ടു എജു ഒബിയസ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. കേരള PSC അറബിക് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു സുവർണ അവസരം വന്നിട്ടുള്ളത്. മലപ്പുറം, പാലക്കാട്, കൊല്ലം, കണ്ണൂര്, വയനാട് എന്നീ ജില്ലകളിലേക്ക് കേരള PSC അറബിക്കിലെ ഒരുപാട് വേക്കൻസികളിലേക്കുള്ള എക്സാം നടത്തുകയാണ്. സോ ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എന്തൊക്കെയാണ് ഇതിലുള്ളത്, ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ള ജില്ലകൾ ഏതൊക്കെയാണ്, അവിടെ ഒഴിവുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എല്ലാവർക്കുമുള്ള ഡൗട്ടാണ് ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും ഇത് ആർക്കൊക്കെ എഴുതാം. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയില് ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് നമ്മൾ ആർക്കൊക്കെ ഇത് എഴുതാം, ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട തീയതികൾ എപ്പോഴാണ്, അഥവാ ലാസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് വേണ്ടത്, അതുപോലെ തന്നെ പ്രധാനമായിക്കൊണ്ട് എന്തൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. ഒരുപാട് പുതിയ കാര്യങ്ങളും ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് എന്ത് ചെയ്യാം, ആ നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഈ ഒരു കാറ്റഗറിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഈ ഒരു PSC വിളിച്ചിട്ടുള്ളത്. സോ ഏതൊക്കെയാണ് നേരത്തെ പറഞ്ഞു, കൊല്ലം, മലപ്പുറം, വയനാട്, കണ്ണൂർ, പാലക്കാട്. നമുക്കറിയാം ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഈ ഒരു എക്സാം ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ആണ്. സോ LP സ്കൂളിലേക്ക് അറബിക് ടീച്ചർ ആവാനുള്ള ഒരു എക്സാമാണ്. നമുക്കറിയാം അതിൻ്റെ സാലറി സ്കെയിൽ വെച്ച് നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ സാലറി സ്കെയിൽ നമുക്കറിയാം 35,600 തുടങ്ങി 75,400 വരെയുള്ള സാലറി സ്കെയിൽ അഥവാ ശമ്പളമുള്ള ഒരു ജോലിയാണ്, ഒരു PSC ഒരു ഗവൺമെൻറ് ജോലിയാണ് ഇത്. സോ ഒഴിവുകളുടെ എണ്ണം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം പ്രതീക്ഷിത ഒഴിവുകളാണ്, അഥവാ ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസീസ് ആണ്. സോ കൃത്യമായിക്കൊണ്ട് ഇത്ര ഒഴിവേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്ര ഒഴിവുണ്ട് എന്നല്ല അവിടെ പറയുന്നത്, മറിച്ച് പ്രതീക്ഷിത ഒഴിവുകളാണ്. സോ ഇത് നല്ലൊരു പ്രതീക്ഷിത ഒഴിവുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഒഴിവുകളാണ്, അഥവാ നമുക്ക് നല്ല പ്രതീക്ഷ നൽകാൻ പറ്റുന്നതാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ കൊല്ലാണെങ്കിലും മലപ്പുറം ആണെങ്കിലും വയനാട്, കണ്ണൂർ, പാലക്കാട് എല്ലായിടത്തും ഒരുപാട് നമുക്കറിയാം അറബിക്ക് ചാൻസ് ഉള്ള സ്കൂളുകളുള്ള ജില്ലകളാണ്. സോ അവിടെ നമുക്ക് ഇപ്പോൾ PSC എഴുതുന്ന സമയത്ത് പിന്നീട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഒഴിവുകൾ നിലവിലുള്ളതും പിന്നീട് ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് ചെയ്താലും ഒരുപാട് ഒഴിവുകൾ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾ കണ്ടെത്താൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ KPSC ചെയ്തിട്ടുള്ള ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു കൊല്ലം, മലപ്പുറം, വയനാട്, കണ്ണൂർ, പാലക്കാട്. സോ ഈ ഒരു ജില്ലകളിലേക്കാണ് ഇപ്പോൾ PSC വിളിച്ചിട്ടുള്ളത്. ഈ 5 ജില്ലകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് പ്രത്യേകമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട ക്വാളിഫിക്കേഷൻസ് അതുപോലെ മറ്റുള്ള ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാം. സോ ആദ്യമായിക്കൊണ്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ വിജ്ഞാപനത്തിൽ പറയുന്ന പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ 1 വർഷം വരെ, മിനിമം 1 വർഷം വരെയും മാക്സിമം 3 വർഷം വരെ ആയിരിക്കും ഈ റാങ്ക് ലിസ്റ്റിൻ്റെ പ്രാബല്യം എന്ന് പറയുന്നത്. അഥവാ നിങ്ങൾ ഈ എക്സാം എഴുതി ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു ജില്ലയിൽ നിങ്ങൾ എക്സാം എഴുതി അത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 വർഷം വരെ ആയിരിക്കും ഈ ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ടാവുക. അതിന് മുമ്പേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ജോലി കിട്ടണം. കാരണം അതിന് ശേഷം വന്നാൽ ഒരു പരിധി വരെ അതിലേക്ക് പിന്നീട് അപ്പോയിൻമെൻറ്റ് നടക്കില്ല. അതിന് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പറയാനുണ്ട്. സോ എന്നാൽ നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. സോ 1 വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗാർത്ഥിക്ക് ഇതേ ജില്ലയിലേക്ക് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു എക്സാമൊക്കെ എഴുതി പിന്നീട് 1 വർഷത്തിന് ശേഷം മുമ്പത്തെ ഏതെങ്കിലും ലിസ്റ്റ് വരാനുണ്ട് എങ്കിൽ അപ്പോൾ ആ ലിസ്റ്റിന് എടുത്തതിന് ശേഷം ഈ ലിസ്റ്റ് വരൂ എന്നർത്ഥം. അതായത് ഈ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒഴിവുകൾ വന്നാൽ ആ ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതാണ്. ജസ്റ്റ് ടെക്നിക്കലായിട്ട് ജസ്റ്റ് PSC എന്ത് ചെയ്തതാണ്, ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് എഴുതി നിങ്ങൾക്ക് എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ആ സമയത്ത് ഈ ജില്ലകളിൽ എത്ര ഒഴിവുകളുണ്ടോ അതുപോലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലേക്കും നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് നടക്കുന്നതാണ്. സോ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഈ 5 ജില്ലകളിലേക്കും നിങ്ങൾക്ക് എല്ലാ ജില്ലകളിലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല, അഥവാ എല്ലാതും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ. ആദ്യമായി കൊണ്ട് PSC എഴുതുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അല്ലാത്ത രൂപത്തിൽ ആരെങ്കിലും സെലക്ട് ചെയ്താൽ അതിനെന്ത് ചെയ്യും, അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കുമെന്ന്. മറ്റു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു വിജ്ഞാന പ്രകാരം തിരഞ്ഞെടുത്ത് ഈ ജില്ലാ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഈ ഒരു
പ്രത്യേക ഉത്തരവിൽ നിന്നും നമുക്ക് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നിയമനം ലഭിക്കുക. സോ ഇവിടെ പറയുന്ന പ്രത്യേകമായിട്ട് കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഏതെങ്കിലും ഒരു ജില്ലയിൽ നിങ്ങൾക്ക് നിയമനം കിട്ടിയാൽ മറ്റു ജില്ലയിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ കാലയളവ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ജില്ലയിൽ സർവീസ് വേണം. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് പുറത്തേ ഉള്ള ജില്ലയിലേക്ക് പോകാൻ സാധിക്കുക. നമ്മുടെ ജില്ലയിലുള്ളിൽ മറ്റു സ്കൂളിലേക്ക് പോകുന്ന കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ മലപ്പുറത്താണ്, സോ നിങ്ങൾ പാലക്കാടിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ 5 വർഷം എന്ത് ചെയ്യണം, മലപ്പുറത്ത് സർവീസ് കഴിയുന്നതിന് ശേഷമേ പറ്റൂ. അതിന് എക്സെപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇടുക്കി, കാസർഗോഡ്, വയനാട് ഈ ജില്ലയിലേക്കാണ് നിങ്ങൾക്ക് സ്ഥലം മാറണമെന്നുണ്ടെങ്കിൽ അവിടെ 5 വർഷത്തെ ഒരു പരിധിയില്ല. നേരെ മറിച്ച് ഈ ഇടുക്കി, കാസർഗോഡ്, വയനാട് ജില്ലയിലേക്ക് പോകുമ്പോഴാണ്, അല്ലാതെ എന്നല്ല ഈ ജില്ലയിൽ നിന്നും മറ്റു ജില്ലയിലേക്ക് പോകുമ്പോൾ എന്നല്ല, ഈ ജില്ലയിലേക്ക് പോകാൻ വേണ്ടി, അഥവാ ഇടുക്കിയിലേക്കും കാസർഗോഡിലേക്കും വയനാട്ടിലേക്കും പോകാൻ സ്ഥലം മാറാൻ ഈ 5 വർഷത്തെ പരിധി ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ ഈ ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിലേക്ക് പോകാൻ ഈ പറയപ്പെട്ട 5 വർഷം തന്നെ വേണം. അപ്പോൾ പ്രത്യേകമായിക്കൊണ്ട് പ്രാഥമികമായിക്കൊണ്ട് അറിയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ പറഞ്ഞ മാതിരി നോട്ടിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉടനെ പറയുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. പക്ഷേ പ്രധാനമായിക്കൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഈ ഒരു ഓർഡറിൽ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുമുണ്ട്. നമുക്കറിയാം ഈ ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്ന 4% ഒഴിവുകൾ, അപ്പോൾ 4% ഒഴിവുകൾ സർക്കാർ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് സംവരണമുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ല 100% എന്ത് ഉണ്ടാവില്ല, ആ മെയിൻ ലിസ്റ്റിലുള്ളവർക്കല്ല. നേരെ മറിച്ച് അവിടെ റിസർവേഷനും അതേപോലെ ഇവിടെ പറയപ്പെട്ട ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള റിസർവേഷനും അത് 4% ഉണ്ട്. അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ളവർക്ക് എന്നാണ് പ്രത്യേകം പറയുന്നത്. നമുക്കറിയാം നിയമന രീതി ഇത് നേരിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള നിയമനമാണ്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കാം. 18 വയസ്സിന് മുതൽ 40 വയസ്സ് വരെയാണ് ജനറലി പറയുന്ന നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിലെന്തുണ്ട്, ഇതിലും കുറച്ച് പരിഗണനയുണ്ട്. അതായത് പട്ടികജാതി, പട്ടികവർഗം, OBC തുടങ്ങിയവർക്ക് പ്രായപരിധിയിൽ നിയമാനുസൃത ഇളവുകൾ അനുവദിക്കുമെന്നും പ്രത്യേകം PSC എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജനറലി പറയുകയാണെങ്കിൽ 1985 ജനുവരി 2 മാസം മുതൽ 2007 ജനുവരി 1 മാസത്തിനുള്ള ഇടയിൽ ജനിച്ചവർക്കാണ് ജനറലി എന്നുള്ളത് ഇതിന് എഴുതാൻ പറ്റുന്നത്. സോ യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ഉയർന്ന പ്രായപരിധിയിൽ അനുവദിച്ചിട്ടുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾക്ക് ഈ വിജ്ഞാപനത്തിൻ്റെ, നമുക്കറിയാം ഈ വിജ്ഞാപനത്തോട് പറയുന്നുണ്ട്, അതിന് പാർട്ട് 2 പറയുന്നുണ്ട്. അഥവാ ഈ ഒരു നേരത്തെ പറഞ്ഞല്ലോ ആർക്കൊക്കെയാണ് OBC, SC, ST അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അഥവാ ജനറലി 18 മുതൽ 40 വയസ്സ് വരെ ആയിരിക്കും. പിന്നീട് OBC, SC, ST അവർക്കൊക്കെ അവിടെ എന്തുണ്ട്, പ്രായപരിധി ഉണ്ട് എന്നുള്ളത്. സോ നമുക്ക് പ്രത്യേകമായിക്കൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റിലേക്ക് പോകാം. അഥവാ ഈ ഒരു എക്സാം ആർക്കൊക്കെ എഴുതാം, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ്, യോഗ്യതകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പേര് ആവർത്തിച്ച് ചോദിക്കുന്ന സംശയമാണ്. പ്രത്യേകിച്ചും ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ DLEDുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളായിട്ടല്ല, ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാരിഫൈ ചെയ്യാം. ആദ്യമായിക്കൊണ്ട് അറബിക്ക് ഒരു ഐച്ഛിക വിഷയമായി അഥവാ 2ാം ഭാഷയായി സെക്കൻഡ് ലാംഗ്വേജ് ആയിക്കൊണ്ട് നിങ്ങൾ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നേടിയ വിജയം, അഥവാ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഹയർ സെക്കൻഡറിയിൽ അറബിക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിക്കൊണ്ട് പഠിക്കണം. ഇവിടെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിവിടെ സാധാരണഗതിയിൽ ഒരു അറബിക്ക് ഹയർ സെക്കൻഡറിയിൽ എടുക്കുന്ന സമയത്ത് സാധാരണയുള്ള ഹയർ സെക്കൻഡറി അല്ല, മറിച്ച് അറബിക്ക് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആയിക്കൊണ്ടും മറ്റൊരു സെക്കൻഡ് ലാംഗ്വേജ് നിലക്ക് അറബിക്ക് 2 രൂപത്തിലാണ് അറബിക്ക് ഇവിടെ കറക്റ്റ് കൊടുത്തില്ലും 2 രൂപത്തിൽ അറബിക്ക് എടുക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ സാധാരണ എല്ലാ +2 നമ്മുടെ നാട്ടിൽ നമുക്കറിയാം സെക്കൻഡ് ലാംഗ്വേജ് അറബി എടുത്ത് പഠിക്കുന്നുണ്ടവരുണ്ടാവും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, 2 അറബിക്ക് അഥവാ അറബിക്ക് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കൂടെ അറബിക്ക് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് 2 അറബിക്ക് ആയിരിക്കും. അതാണ് പ്രത്യേകിച്ച് നോട്ട് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ അറബിക്കും ഉണ്ടാവും, ഒരു എന്താ പറയുക ഓപ്ഷനിലായിക്കൊണ്ട് സെക്കൻഡ് ലാംഗ്വേജായിട്ട് അറബിയും ഹയർ സെക്കൻഡറിൽ പഠിക്കുന്നുണ്ടാവും. അവരോ അല്ലെങ്കിൽ അഫ്ളൽ ഉലമ പ്രിലിമിനറി പരീക്ഷ അഥവാ BA അഫ്ളൽ ഉലമ കഴിഞ്ഞവർ, അല്ലെങ്കിൽ BA അറബിക്ക്, അല്ലെങ്കിൽ അറബിക്ക് ഒരു ഐച്ഛിക വിഷയമായി പ്രീ ഡിഗ്രി പരീക്ഷയിൽ കഴിഞ്ഞവർ, കുറേ മുമ്പ് പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ അവർ, അല്ലെങ്കിൽ അറബിക്ക് ഓറിയൻ സ്കൂള് അതുപോലെ തന്നെ അക്കാദമിക് സ്കൂള്, ഇവയിൽ നിന്ന് കേരള സർക്കാർ പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന അറബിക്ക് 1ാം ഭാഷയായുള്ള SSLC പരീക്ഷയിൽ നേടിയ വിജയം, അഥവാ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷയും. ഇത് മീൻസ് നിയോസ് എന്നൊക്കെ പറയല്ലോ, സാധാരണ SSLC അല്ല, അറബിക്ക് ഓറിയന്റ് സ്കൂൾ അല്ലെങ്കിൽ അതൊക്കെ അക്കാദമിക് സ്കൂൾ. ഇവിടെ നിന്നൊക്കെ കേരള സർക്കാർ പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന അറബിക്കിൽ 1ാം ഭാഷയായിട്ടാണ്
പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നാം ഭാഷയായിട്ടാണ് SSLC പരീക്ഷ എന്ന് പറയുന്നത്, അല്ല സെക്കൻഡ് ലാംഗ്വേജ് അല്ല. അതുപോലെ SSLCയും വേണം, അതിന് +2 വേണം. ഇതാണ് പ്രാഥമികമായിട്ടുള്ള എന്താ പറയുക, നമ്മളെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ബാക്കിയുള്ള നിയമം പറയും. അതുപോലെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നേടിയ വിജയത്തോടൊപ്പം കേരള സർക്കാർ പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന അറബിക് ടീച്ചേഴ്സ് എക്സാം വിജയിച്ചിരിക്കണം. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എന്തില്ല, +2-ൽ നിങ്ങൾ 2 വിഷയം അറബി പഠിച്ചിട്ടൊന്നുമില്ല. നേരെ മറിച്ച് സാധാരണ പഠിക്കുന്ന മാതിരി SSLCയിൽ നമ്മുടെ 10 വിഷയങ്ങൾ 1 അറബിക്കുണ്ട്. അതുപോലെ +2-ൽ നിങ്ങൾ അറബിക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് മതി. അതിനോട് കൂടെ നിങ്ങൾക്ക് എന്തുകൂടി വേണം? ഒന്നെങ്കിൽ ഇത് വേണം, കേരള സർക്കാർ പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന അറബിക് ടീച്ചേഴ്സ് എക്സാമിനേഷൻ അഥവാ ATE എന്ന് പറയും, പഴയ മുൻഷി. അപ്പോൾ നിങ്ങൾക്ക് SSLCയും +2ഉം അതിനോടൊപ്പം തന്നെ അറബിക് ടീച്ചേഴ്സ് എക്സാമിനേഷൻ ATE എന്ന് പറയുന്ന കോഴ്സ്, ഇത് കേരള സർക്കാർ പരീക്ഷാ കമ്മീഷൻ നേരിട്ട് നടത്തുന്ന പരീക്ഷയാണ്. ഇതുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു തസ്തികയിലൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അതുമല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നേടിയ വിജയത്തോടൊപ്പം കേരളത്തിലെ സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റികൾ അവ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ഈക്വലൻസി ഉള്ളതോ ആയിട്ടുള്ള അറബിക് ഭാഷയിലുള്ള ബിരുദം, ബിരുദാനന്തര ബിരുദം. സോ ഹിയർ കംസ് സം ക്ലാരിഫിക്കേഷൻസ്. അഥവാ BA അറബിക്കോ MA അറബിക്കോ എന്നുകൂടി പ്രത്യേകം പറയുന്നുണ്ട്. സോ ഇത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കും ആവാം, അതല്ല കേരള യൂണിവേഴ്സിറ്റികൾക്ക് ഈക്വലൻസി കിട്ടുന്ന കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളും ആവാം. അവർക്ക് BAയോ MAയോ ആയിട്ടുള്ള അറബിക്കിൽ നിങ്ങൾക്ക് ബിരുദമോ ബിരുദാനന്ദ ബിരുദമോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ കേരള ഗവൺമെൻറ് പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ അറബിക് അഥവാ നമ്മൾ പറയുന്ന DLED, അല്ലെങ്കിൽ 2 വർഷം റെഗുലർ ആയിക്കൊണ്ട് +2-ന് ശേഷം കേരള ഗവൺമെൻറ് നടത്തുന്ന DLED അറബിക് പരീക്ഷ വിജയിച്ചിരിക്കണം. ഇതാണ് പ്രത്യേകമായിക്കൊണ്ടുള്ള യോഗ്യതകൾ എന്ന് പറയുന്നത്. സോ ഇതിന് ക്ലാരിറ്റി ഞാൻ വരുത്തുന്നുണ്ട്. അഥവാ DLED ആർക്കൊക്കെയാണ് നിർബന്ധം, DLED നിർബന്ധമുണ്ടോ, DLED മാത്രമുണ്ടെങ്കിലേ ഇത് എക്സാം എഴുതാൻ പറ്റുകയുള്ളോ, അതോ ഈ പറയപ്പെട്ടവർക്ക് വല്ല മാനദണ്ഡമുണ്ടോ, ഏത് വർഷത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ മുമ്പുണ്ടോ, ആ വർഷത്തിന് ശേഷമുള്ളവർക്ക് പറ്റില്ലേ, മുമ്പുള്ളവർക്ക് പറ്റില്ലേ, ആ ചോദ്യങ്ങൾക്കൊക്കെ സംശയങ്ങൾക്കൊക്കെ മറുപടി നമ്മുടെ ഈ ഒരു വീഡിയോയിൽ, ഈ ഒറ്റ വീഡിയോ തന്നെ പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമാപൂർവ്വം എന്ത് ചെയ്യുക, കേൾക്കുക. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇടയിൽ ചില ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുമ്പോൾ അത് വിട്ടു പോവാതിരിക്കുക. ഓക്കെ, ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോ ഉണ്ടെങ്കിൽ അതും ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാം. അഥവാ പ്രത്യേകം നോട്ട് ചെയ്തോളൂ, 7/3/2019 ഈ ഒരു ഇയർ വളരെ പ്രധാനപ്പെട്ടതാണ് അറബി PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക്. കാരണം 2019 മാർച്ച് 7-ാം തീയതിയിലോ, പ്രത്യേകം ശ്രദ്ധിക്കുക, ആ തീയതിയിലോ അഥവാ അതേ ഡേറ്റിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ നേടിയ ഉദ്യോഗാർത്ഥികൾക്കും പ്രസ്തുത തീയതിയിലോ അതിനു മുമ്പോ യോഗ്യതാ കോഴ്സുകൾക്ക് പ്രവേശനം നേടിയ അഥവാ രജിസ്ട്രേഷൻ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും ബാധകമാണ്. ഇറ്റ്സ് മീൻസ് 2019 മാർച്ച് 7-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതിന് മുമ്പ് മുമ്പ് പറയപ്പെട്ട ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ട്, നിങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾ ഈ പറയപ്പെട്ട മാർച്ച് 7, 2019 അല്ലെങ്കിൽ അതിനു മുമ്പോ നിങ്ങൾ ഈ കോഴ്സിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് മതി. 2019 മാർച്ച് 7 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ഡേറ്റ് ആണ്. ആ ഡേറ്റിന് അന്ന് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയപ്പെട്ട ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ അതിന് മുമ്പ് ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ളവർക്കും ഈ ഒരു PSC എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾ പോവല്ലേ, ഇതുകൂടി കേൾക്കാം. 8/3/2019 തീയതി മുതൽ 9/6/2024 വരെ ഇനം സെക്കൻഡ് യോഗ്യതാ കോഴ്സുകൾക്ക് പ്രവേശനം നേടിയ ഉദ്യോഗാർത്ഥികളെ അപേക്ഷ അയക്കുന്ന അവസാന തീയതിയിൽ DLED അറബിക്ക് യോഗ്യത നേടിയിട്ടുള്ള പക്ഷം തെരഞ്ഞെടുപ്പിന് പരിഗണിക്കുന്നതാണ്. അതായത് അപ്പോൾ നിങ്ങൾക്കൊരു സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം ഉണ്ടാകും, അതല്ല അപ്പോൾ ഈ മാർച്ച് 7, 2019 ശേഷം മുമ്പ് പറയപ്പെട്ട അറബിക്കിൻ്റെ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് പിന്നെ എന്താണ് ഉപകാരം, അവർക്ക് PSC എഴുതാൻ സാധിക്കില്ലേ, ഇനി PSC എഴുതാൻ സാധിക്കുക എന്ത് ചെയ്യും, അതാണ് പറയുന്നത്. 2019 മാർച്ച് 8 അഥവാ നമ്മൾ പറയപ്പെട്ട ഡേറ്റ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ഡേറ്റ് 2019 മാർച്ച് 7, അതിനുശേഷം 2024 6-ാം മാസം 9-ാം തീയതി വരെ നിങ്ങൾ ഈ പറയപ്പെട്ട കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അപേക്ഷ അയക്കുന്ന അവസാന തീയതിയിൽ
DLED അറബിക്ക് യോഗ്യത നേടിയിട്ടുള്ള പക്ഷം. ഇറ്റ് മീൻസ് നമുക്കറിയാം നമ്മുടെ ഈ PSC അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് നമ്മൾ പറയുന്നുണ്ട്. ആ അവസാന ഡേറ്റിൻ്റെ ഉള്ളിൽ അതാ പറയുന്നത്, അപേക്ഷ അയക്കുന്ന അവസാന തീയതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത ലാസ്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ DLED ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനുള്ള ക്വാളിഫിക്കേഷൻ അല്ല, സോറി, അത് DLED വേണമെന്നല്ല പറയുന്നത്, DLED അറബിക്ക് യോഗ്യത നേടിയിട്ടുള്ള പക്ഷം നിങ്ങൾ DLED നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപേക്ഷിക്കാൻ പറ്റും. സോ ഇതിന് ശേഷം കോഴ്സ് എടുത്തവർക്കുള്ള ഒറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് DLED നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ യോഗ്യത നേടിയണം, അഥവാ DLED നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ DLED നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ചേരണം, ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. സോ ഏതൊക്കെയാണ് കോഴ്സുകൾ എന്ന് പറയാം കേട്ടോ. അഥവാ 2019 മാർച്ച് 8 ശേഷം 2024 6 മാസം 9 തീയതി വരെ നമ്മൾ പറയപ്പെട്ട DLED ജോയിൻ ചെയ്താൽ സാധൂകരിക്കുന്ന, DLED കഴിയണമെന്നില്ല, അത് അങ്ങനെ ശ്രദ്ധിക്കണം. കാരണം നേരത്തെ പറഞ്ഞ DLED കഴിഞ്ഞവരായിരിക്കണം എന്നുള്ളതാണ്. ഈ പറയപ്പെട്ട കോഴ്സുകൾ ഒരു ഓപ്ഷൻ പറഞ്ഞല്ലോ, DLED കഴിഞ്ഞവർ. ഇവിടെ DLED കഴിയണമെന്ന് പറയുന്നില്ല, നിങ്ങൾ DLED ജോയിൻ ചെയ്താൽ മതി. പക്ഷേ ഇതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളൊക്കെ നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ DLED ജസ്റ്റ് മതി, യോഗ്യത കിട്ടിയാൽ മതി. ഏതൊക്കെയാണ് കോഴ്സുകൾ? കേരളത്തിലെ സർവകലാശാല നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതായ അറബിക് ഭാഷയിലുള്ള ബിരുദം, അതോ BA അറബിക്ക്, അത് 2019 മാർച്ച് 8 ശേഷമാണ് നിങ്ങൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ DLED യോഗ്യത നേടണം, എന്നാലും നിങ്ങൾക്ക് സാധിക്കൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഈക്വലൻസി ആയിട്ടുള്ള പൗരസ്ത്യ ഭാഷ അഥവാ ഫോറിൻ ലാംഗ്വേജ് ആയിട്ട് അറബി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും സാധിക്കും. അതുപോലെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി സർവകലാശാലയുടെ പാർട്ട് 3 അറബിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഓപ്ഷണൽ ആയി നേടിയിട്ടുള്ള പ്രീ ഡിഗ്രി, അല്ലെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി ബോർഡ് നടത്തുന്ന +2 പാർട്ട് 3 അറബിക് ഓപ്ഷണൽ കോഴ്സ് പാസ്സായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയപ്പെട്ട മാതിരി 2019 മാർച്ച് 8 ശേഷമാണെങ്കിൽ നിങ്ങൾ DLED യോഗ്യത നേടിയിരിക്കണം. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന SSLC പരീക്ഷ 1ാം ഭാഷയായി ഫസ്റ്റ് ലാംഗ്വേജായി പാർട്ട് 1ഉം 2ഉം അറബിക്ക് എടുത്ത് പാസ്സായിരിക്കണം. ഇതാണ് നേരത്തെ പറഞ്ഞത്. അഥവാ SLCയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2 അറബിക്ക് പഠിക്കണം. ഒന്ന് 1ാം ഭാഷയെ കൊണ്ട് നിങ്ങൾ അറബി പഠിക്കുന്നു, സെക്കൻഡ് അതാണ് പാർട്ട് 1. സെക്കൻഡ് എന്ത് ചെയ്യുന്നു, പാർട്ട് 2ആയിട്ടും അറബി നിങ്ങൾ എന്ത് ചെയ്യണം, എടുക്കുന്നു. അങ്ങനെ 2 അറബിക്ക് പഠിച്ചവർക്കും ഈ 2019 മാർച്ച് 8 ശേഷമാണെങ്കിൽ DLED നിങ്ങൾ യോഗ്യത നേടിയിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന SSLCയോ തത്തുല്യമായ പരീക്ഷയോ പാസ്സായിരിക്കണം. കൂടാതെ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾക്ക് യോഗ്യത കിട്ടിയാൽ മതി. ഫസ്റ്റ് 1, കേരള ഗവൺമെൻറ് പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന അറബിക് മുൻഷി ഹയർ പരീക്ഷ പാസ്സായിരിക്കണം, നമ്മുടെ പഴയ മുൻഷി. അതുപോലെ കേരള ഗവൺമെൻറ് പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന അറബിക് മുൻഷി ലോവർ, ഹയറും ലോവറും നമ്മൾ പറഞ്ഞു. അതുപോലെ കേരള ഗവൺമെൻറ് പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന അറബിക് അധ്യാപക പരീക്ഷ പാസ്സായിരിക്കണം, അഥവാ അറബിക് ടീച്ചേഴ്സ് എക്സാമിനേഷൻ ATE പാസ്സായിരിക്കണം. അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ നടത്തുന്ന അറബിക് പ്രവേശന പരീക്ഷ പാസ്സായിരിക്കണം. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ കേരള യൂണിവേഴ്സിറ്റി അവരുടെ അറബിക് പ്രോഗ്രാമുകളിലേക്കുള്ള എൻട്രൻസ് എക്സാം നടത്തും. അത് പാസ്സായാൽ ആ സർട്ടിഫിക്കറ്റ് മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറയപ്പെട്ട കോഴ്സുകൾ ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലാരിഫൈ ചെയ്യണം. കാരണം ഈ മുൻഷി എന്ന് പറയുന്ന കോഴ്സും ATE എന്ന് പറയുന്ന കോഴ്സും ഇപ്പോൾ നിലവിലില്ല. ആ പറയപ്പെട്ട 2019 ശേഷം ആ കോഴ്സ് നിർത്തലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഇവരെല്ലാം ഇപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, CUTയുടെ ബേസിലായിരിക്കും അധിക യൂണിവേഴ്സിറ്റിയിൽ എക്സാം നടത്തുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളും മറ്റുള്ള അത് നിങ്ങൾ അങ്ങനെയാണെന്നല്ല പറയുന്നത്. അഥവാ നിങ്ങൾ ഏതാണെങ്കിലും ആ കോഴ്സുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. CUTയുടെ കീഴാണെങ്കിലും പറ്റും, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് അറബിക് കോഴ്സിനുള്ള ആ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകം അത് കൺഫേം ചെയ്ത് നോക്കുക തന്നെ വേണം. കാരണം ഡിസ്റ്റൻസ് ആയിട്ടുള്ള കോഴ്സുകൾ ഇപ്പോൾ SNGയിലേക്ക് മാറിയ പ്രശ്നം നിങ്ങൾക്ക് അറിയാമല്ലോ, ആ വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. സോ റെഗുലർ ആയിട്ടുള്ള കോഴ്സേ ഇപ്പോൾ ഈ പറയപ്പെട്ട യൂണിവേഴ്സിറ്റികളൊക്കെ ഉള്ളൂ. സോ ഇനി ഈ കോഴ്സുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് പറയുന്നത് ഈ കോഴ്സ് കഴിഞ്ഞവരുണ്ട് എങ്കിൽ, അത് 2019 ശേഷമാണ് എങ്കിൽ, പഴയ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ DLED എന്ത് ചെയ്യണം, നിങ്ങൾ അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മേൽ പരാമർശിച്ച യോഗ്യതകൾക്ക് പുറമെ കേരളത്തിലെ സർവകലാശാലകൾ നടത്തുന്നതോ അംഗീകരിച്ചതോ ആയ BA അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി ഡബിൾ മെയിൻ ഡിഗ്രി യോഗ്യതയും ഈ തസ്തികയിലേക്കുള്ള ഒരു യോഗ്യതയായി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ ഈ പറയപ്പെടാത്തൊരു കോഴ്സാണ് BA അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി. അധികം പേരും ഇസ്ലാമിക് ഹിസ്റ്ററി എടുത്തിട്ടുണ്ടാവും. എന്നാൽ അവിടെ അറബിക് എന്ത് ചെയ്യുന്നുണ്ട്, ഡബിൾ മെയിൻ ആയിക്കൊണ്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ പരിഗണിക്കും. നേരത്തെ പറഞ്ഞ ആ ഒരു ക്രൈറ്റീരിയ എല്ലാം പരിഗണിച്ചുകൊണ്ട്. സോ
കേരള സർക്കാർ ഈ തസ്തികയായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കാറ്ററ്റ് ഫോർ പാസ്സായിരിക്കണം. ഇത് മാൻഡറ്ററി ആണ്. ഈ പറയപ്പെട്ട നിങ്ങളുടെ ഈ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഈ ഒരു ക്വാളിഫിക്കേഷനൊക്കെ പുറമെ നിങ്ങൾ കാറ്ററ്റ് പാസ്സാവണം. ഓക്കെ, കാറ്ററ്റ് കാറ്റഗറി 4 കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? പാസ്സാവണം. കാറ്ററ്റ് കാറ്റഗറി 4 അറബിക്കിൽ പാസ്സാവണം. കൂട്ടത്തിലൊന്ന് പറയുകയാണ് ജസ്റ്റ്, അഥവാ നിങ്ങളിൽ അധിക പേരും കാറ്ററ്റ് പാസ്സായിട്ടുണ്ടാവും. അതല്ല, ഇനി പാസ്സാകാത്തവരാരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഇത് പാസ്സാകാത്തവരാരെങ്കിലും ഇത് കാണുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകളോ ആരെങ്കിലും കാറ്ററ്റ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ എജുബിഎസ് അക്കാദമിയുടെ ഒരു ഫ്രീ ആയിക്കൊണ്ടുള്ള വെബിനാറുകളും തുടങ്ങിയിട്ടുള്ള നമ്മുടെ ബാച്ചുകളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് റിസൾട്ടുകൾ, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ സർവീസിലുണ്ട്, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, PSC എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ ഒരുപാട് പേര് കാറ്ററ്റ് ക്വാളിഫൈ ചെയ്തവരുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സഹായിക്കാൻ സാധിക്കും, നമ്മുടെ തുച്ഛമായ ഫീയോട് കൂടെ തന്നെ. എന്നാൽ നിങ്ങൾക്ക് നമ്മൾ പ്രത്യേകം എന്ന് പറയുന്നത്, നിങ്ങൾ കാറ്ററ്റ് പാസ്സാകുന്നത് വരെ നമ്മുടെ ഈ ഒരു അക്കാദമി കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഒരു ബാച്ചോ അല്ലെങ്കിൽ ഒരു വർഷമോ എന്നല്ല. കാറ്ററ്റ് നിങ്ങൾ എന്നാണോ പാസ്സാകുന്നത് അതുവരെ നമ്മുടെ ക്ലാസ്സുകളും ഫ്രീ ആയിരിക്കും, നമ്മുടെ നോട്ട്സുകളും ഫ്രീ ആയിരിക്കും. നല്ല റിസൾട്ടുള്ള നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു ചാനലും നമ്മുടെ അക്കാദമി നിങ്ങൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കണം. സോ കമ്മിങ് ടു അവർ വീഡിയോ. സോ ഏതൊക്കെയാണ് കേരള സർക്കാർ ഈ തസ്തികയെ നടത്തുന്ന കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി? കാറ്ററ്റ് 4 പാസ്സായിരിക്കണം. ഇവിടെ എക്സെപ്ഷൻ കിട്ടോ, എല്ലാവർക്കും കാറ്ററ്റ് കാറ്റഗറി 4 വേണമെന്നില്ല. എന്തൊക്കെ വേണ്ടാത്തത്? MEd അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ CTET, നെറ്റ്, സെറ്റ്, MPhil, PhD യോഗ്യത ഇത് നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ കാറ്ററ്റ് യോഗ്യത നേടിയിരിക്കണം എന്ന വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അറബിയിൽ എന്തുണ്ട്? നെറ്റ് ക്വാളിഫൈഡ് ആണ്, നെറ്റ് JRF നെറ്റ് മാത്രം ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ സെറ്റ് ക്വാളിഫൈഡ് ആണ്, CTET ക്വാളിഫൈഡ് ആണ്, MPhil ഉണ്ട്, PhD ഉണ്ട് എങ്കിൽ നിങ്ങൾ കാറ്ററ്റ് കാറ്റഗറി 4 വേണമെന്നില്ല. അതുപോലെ തന്നെ MEd അറബിക് ഉണ്ടെങ്കിലും വേണ്ടതില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. CTET അഥവാ പ്രൈമറി സ്റ്റേജ് ആൻഡ് എലിമെൻ്ററി സ്റ്റേജ് എന്ന് പറയുന്ന ഒരു CTET ആ യോഗ്യത നേടിയവരെ കാറ്ററ്റ് കാറ്റഗറി 3 and 4 യോഗ്യത നേടുന്നതിലും ഒഴിവാക്കിയിട്ടില്ല. ഇറ്റ് മീൻസ് ജസ്റ്റ് സാധാ ജനറൽ CTET ഉണ്ട്, അതൊരിക്കലും കാറ്ററ്റ് കാറ്റഗറി 3, 4 എന്ന് പറയുന്ന ലാംഗ്വേജിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ അറബിക് സ്പെസിഫൈഡ് ആണ്, അല്ലാതെ എന്തല്ല. CTET എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ കേരളത്തിലല്ല, സെൻട്രൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഇറ്റ് മീൻസ് അത് എന്തല്ല, അറബിക്കിലല്ല എങ്കിൽ അത് ഇവിടെ പരിഗണിക്കൂല എന്നാണ് പറയുന്നത്. ഓക്കെ, കാറ്ററ്റ് കാറ്റഗറി 3 ചിലർക്ക് കാറ്ററ്റ് കാറ്റഗറി 4 ഉണ്ടാവില്ല, 3 ഉണ്ടാവും. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അതിനും ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്ററ്റ് കാറ്റഗറി 3 നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ കാറ്ററ്റ് കാറ്റഗറി 4 നേടിയിരിക്കണം എന്ന വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, 2020 10ാം മാസം 9ാം തീയതിയിലെ ഈ ഒരു നമ്പർ പ്രകാരം, ഈ ഒരു സർക്കുലർ വന്ന ഈ ഒരു ഉത്തരവ് പ്രകാരം കാറ്ററ്റിന് പകരം നിശ്ചയിച്ചിട്ടുള്ള MEd നമ്മൾ പറഞ്ഞല്ലോ, അതെന്ത് ചെയ്യണം? ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കണം, നിർബന്ധമില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ ഞാനടക്കം ഇവിടെ MEd അറബി എന്ന് പറഞ്ഞല്ലോ, പ്രത്യേകം ശ്രദ്ധിക്കുക. MEdനോട് എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ഈ ഒരു ഡേറ്റിലാണ് കേട്ടോ, 2020 10/9 MEd ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കണം നിർബന്ധമില്ല. MEd അറബിക്കിലാവണമെന്ന് നിർബന്ധമില്ല. കാരണം MEd എന്ന് പറയുന്നത് അറബിക്ക് അന്ന് വിഷയമാണ് വരുന്നില്ല. കാരണം BEd MEd അല്ലേ, BEd എന്ന് പറയുന്നത് നമുക്കറിയാം 2 വർഷത്തെ ട്രെയിനിങ് കോഴ്സാണ്. അതിനുശേഷം മാസ്റ്റേഴ്സ് ആയിട്ടുള്ള BEdൻ്റെയും മുകളിലുള്ളതാണ് MEd. അവിടെ അതെന്താണ്? ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അവിടെ അറബിക്ക് എന്നല്ല, അവിടെ എഡ്യൂക്കേഷനാണ്. സോ അവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല? അറബി വേണമെന്ന് നിർബന്ധമില്ല. ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയിട്ടുള്ള MPhil യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളതോ കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല തത്തുല്യമായി അംഗീകരിച്ചതായിരിക്കും. ഇപ്പം നമുക്കറിയാം MPhil നിലവിലില്ല, പക്ഷേ ഒരുപാട് പേര് നിങ്ങളിൽ MPhil കഴിഞ്ഞവരുണ്ടാവും. സോ MPhil കഴിഞ്ഞവർ അത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും അംഗീകരിക്കുന്നതോ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് ഈക്വലൻസി കിട്ടുന്നതായിട്ടുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നും കഴിഞ്ഞാലും മതി. അതുപോലെ ഈ 30/11/2009 മറ്റൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവനുസരിച്ച് ഉദ്യോഗാർത്ഥികൾ പ്രസ്തുത തസ്തികയിലുള്ള മിനിമം യോഗ്യതയായി കേരള ഗവൺമെൻറ് പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന SLC പരീക്ഷ പാസ്സായിരിക്കണം. സോ ഇത് ബേസിക്കായിട്ട് പറയുകയാണ്, SLC ഇല്ലാത്തവർക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേനയോ സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയോ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും അതുപോലെ തന്നെ സ്പെഷ്യൽ റൂൾസിൽ നിഷ്കർഷിക്കുന്ന യോഗ്യതകൾക്ക്
തത്തുല്യമായി കമ്മീഷൻ നിശ്ചയിക്കുന്ന യോഗ്യതകളും അതുപോലെ തന്നെ നിർദ്ദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഉയർന്ന യോഗ്യതകളും സ്വീകരിക്കാവുന്നതാണ്. തത്തുല്യ യോഗ്യത അഥവാ ഉയർന്ന യോഗ്യത സംബന്ധിച്ച് സർക്കാർ ഉത്തരവുകൾ കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കണം. സോ നിങ്ങൾക്ക് PhD ഉണ്ട് എന്ന് വിചാരിച്ച് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നില്ല. മറിച്ച് നിങ്ങൾക്ക് എന്ത് വേണം? ഈ പറയപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് നെറ്റും PhD ഉണ്ട് എങ്കിൽ പിന്നെ അവിടെ കേട്ടറ്റ് വേണമെന്ന് നിർബന്ധമില്ല. സോ പ്രായപരിധിയും നിയമനവും നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം OBC അതുപോലെ തന്നെ SC/STക്ക് എന്തുണ്ട്? പ്രത്യേക പരിഗണനയുണ്ട് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റായ വിവരങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ കമ്മ്യൂണിറ്റി, സമുദായം അതൊന്നും നിങ്ങൾ തെറ്റായ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് ജനറലായിട്ട് പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് റിസർവേഷൻ ഉള്ളത്, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് വെയിറ്റേജിൻ്റെ പ്രിഫറൻസ് ഉള്ളത്, അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അതായത് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട പ്രധാനമായ തീയതികൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപേക്ഷ അയക്കേണ്ട തീയതിയും അതുപോലത്തെ രീതിയും. രീതി നിങ്ങൾക്കറിയാം. ഇതുവരെയും കേരള PSC എഴുതാത്തവരുണ്ട് എങ്കിൽ ആദ്യമായിക്കൊണ്ട് നിങ്ങൾ PSC തുളസി എന്ന സൈറ്റിൽ പോയി നിങ്ങളുടെ പേരും അതുപോലെ തന്നെ അപ്ലിക്കേഷനും യൂസർ ID യും പാസ്വേഡൊക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ല നിങ്ങളുടെ PSC പ്രൊഫൈൽ നിങ്ങൾ ആഡ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ BA അറബിക് അഫ്ദലുൽ ഉലമ കേട്ടറ്റ് അത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് എന്ത് വരും? ഈ ഒരു എക്സാമിൻ്റെ കാര്യങ്ങൾ വരും. അതിൽ പോയിട്ട് നിങ്ങൾ അതാത് ജില്ലയിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിക്കൊണ്ട് സെലക്ട് ചെയ്യുക. അതല്ല ഇനി വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ കാണാൻ സാധിക്കും, വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് അപേക്ഷിക്കാൻ പറ്റും. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതിന് അവസാന തീയതി എന്ന് പറയുന്നത് 16/7/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. അഥവാ 2025 ജൂലൈ 16-ാം തീയതി അർദ്ധരാത്രി 12 മണി വരെയാണ്. പ്രത്യേകമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങളെല്ലാം ഇവിടെ PSC കൊടുത്തിട്ടുണ്ട്. അത് നമുക്കറിയാം. നെയിം അതുപോലെ കമ്മ്യൂണിറ്റി അതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? തെറ്റായ വിവരങ്ങൾ കൊടുക്കരുത്. അഥവാ നിങ്ങൾക്കറിയാം OBC അതുപോലെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉള്ളവരൊക്കെ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്കറിയാം അതിൽ ഇതൊക്കെ ഓരോ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ വെരിഫിക്കേഷനൊക്കെ ഉണ്ടാവും നിങ്ങൾ PSC കിട്ടിയാൽ. സോ ഇതിൽ നമുക്ക് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസിനോ തെറ്റായ കാര്യങ്ങൾ കൊടുക്കരുതൊക്കെ അതിങ്ങനെ ചെയ്താൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്ന് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പ്രത്യേകം ഇനി നിങ്ങൾ അപേക്ഷിച്ച ശേഷം എക്സാം ആകുന്ന സമയത്ത് കൺഫർമേഷൻ കൊടുക്കുമല്ലോ. അങ്ങനെ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് വരും. അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിക്കൊണ്ട് നിങ്ങൾ ഫോട്ടോ ID കാർഡൊക്കെ വെച്ച് എക്സാം എഴുതണം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. സോ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ പറയുന്ന കാര്യങ്ങൾ. നമ്മുടെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഈ പറയപ്പെട്ട ജില്ലകളിലേക്കെല്ലാം PSC വിജ്ഞാപനം ക്ഷണിച്ചു. സോ ഇനിയുള്ള പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. കാരണം നിലവിലെ PSCയുടെ സാഹചര്യം എന്ന് പറയുന്നത് എക്സാമുകൾ എഴുതുന്ന സമയത്ത് അതിലെ ആദ്യത്തെ റാങ്കുകളിൽ നിങ്ങൾക്ക് വന്നാലാണ് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് സർവീസിൽ കടക്കാം. എന്നാൽ റാങ്ക് ലിസ്റ്റിൽ പെട്ടു എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ നോക്കരുത്. മാക്സിമം ട്രൈ ചെയ്ത ഏറ്റവും ഒന്നാമത്തെ റാങ്കിലെത്താൻ പഠിക്കുക. ബിക്കോസ് അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ ഉടൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ നിലവിലെ കേരളത്തിന്റെ സാഹചര്യം എന്താണ്, പ്രശ്നം നിങ്ങൾ ഒരുപാട് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, എയ്ഡഡ് സ്ഥാപനത്തിലെ കാര്യങ്ങളൊക്കെ. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ യു ഇസ് ദാറ്റ് ലിസ്റ്റിൽ വരിക എന്നുള്ളതല്ല ഇപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും മുകളിൽ എത്തുക എന്നുള്ളതാണ്. ആ ഒരുത്തൻ ഞാനായിരിക്കണം, ആ ഒരു ചിന്ത മതി. ദെർഫോർ PSC ലിസ്റ്റിൽ വന്നതിൽ പിന്നീട് അപ്പോയിന്റ്മെന്റ് കിട്ടാനൊക്കെ നിലവിലെ സാഹചര്യം ഒരുപാട് വൈകുന്നുണ്ട്. പ്രത്യേകിച്ച് ലാസ്റ്റ് നിൽക്കുന്ന റാങ്കുകാർക്കൊക്കെ അത് റിപ്പോർട്ട് ചെയ്യണം. അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അഥവാ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, റിപ്പോർട്ട് ചെയ്യണം, PSCയിലേക്ക് എത്തിക്കണം, അതിലിങ്ങനെ ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ ഇത് ഒരിക്കലും നമ്മൾ നിരാശപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. കാരണം നല്ല പഠിച്ച് മഹാഭൂരിപക്ഷത്തോട് നമുക്ക് റാങ്ക് കിട്ടിയാൽ നമുക്ക് കിട്ടുമല്ലോ. സോ ബെസ്റ്റ് ടീമിനെ സെലക്ട് ചെയ്യട്ടെ. അതിനോടൊപ്പം തന്നെ ഡിസ്ക്ലൈമർ ആയിട്ട് പറയട്ടെ, ഇതിലുള്ള എല്ലാവർക്കും ജോലിയിൽ കയറാൻ അവസരങ്ങൾ നമ്മുടെ ഉണ്ട്. എന്നാൽ അത് PSCയിലേക്ക് എത്തണം എന്നാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം. കാരണം നമുക്കറിയാം ഇവിടെ സ്കൂളുകളില്ലായിട്ടോ വിദ്യാർത്ഥികളില്ലായിട്ടോ വാക്കൻസി ഇല്ലായിട്ടോ അല്ല, മറിച്ച് PSC ഇല്ലാതെ
മറ്റൊരു രൂപത്തിലുള്ള നിയമനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PSC ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം PSC എഴുതി ലിസ്റ്റിൽ കിട്ടുന്ന എല്ലാവർക്കും, ആ ലിസ്റ്റിൽ 1 മുതൽ അവസാനം വരെയുള്ള എല്ലാവർക്കും ജോലി കിട്ടണം. ഉറപ്പ് നൽകണത് സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ഉറപ്പിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് പറയാണ്. സോ ആ ഒരു ലിസ്റ്റിൽ വന്നാൽ എല്ലാം ജോലി തന്നെ വേണം. അതിന് നമ്മൾ പ്രയത്നിക്കുകയും വേണം. എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ്.